ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രിസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. ഓക്കെ, ടോട്ടൽ 7 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ 5 നമ്മൾ എഴുതണം. ഫസ്റ്റ് വൺ കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടും എഴുതണം. ബാക്കിയുള്ളതിന് ചോയ്സ് ഉണ്ട്, നമുക്ക് 4 എഴുതിയാൽ മതി. 6 4 എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രഹെൻഷനാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് എഴുതുകയാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന കഥ വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുകയാണ് വേണ്ടത്. ദ ഫണ്ണി ക്ലൗൺ, അതാണ് കഥയുടെ പേര്. ബോബി വാസ് എ ക്ലൗൺ ഹു ലവ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ബോബി ഒരു കോമാളിയായിരുന്നു, ആളുകളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു കോമാളിയായിരുന്നു ബോബി. ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. അവൻ വലിയ ബ്ലൂ കളറുള്ള ഷൂസ് ധരിച്ചിട്ടുണ്ട്. എ കളർഫുൾ വിഗ്, ഒരു നല്ല കളറുകൾക്കുള്ള ഒരു വിഗ് ധരിച്ചിട്ടുണ്ട്. ആൻഡ് ഹാഡ് എ റൗണ്ട് റെഡ് നോസ്. അവന് നല്ല വട്ടത്തിലുള്ള ചുവന്ന നോസ്, മൂക്കുണ്ട്. എവറി ഡേ ഹി വുഡ് ഗോ ടു ദ പാർക്ക് ടു പെർഫോം ട്രിക്സ്. എല്ലാ ദിവസവും അവൻ പാർക്കിലേക്ക് പലതരം ട്രിക്കുകൾ കാണിക്കാൻ വേണ്ടി പോകും. ഹി കുഡ് ജഗിൾ 3 balls, റൈഡ് എ ടൈനി ബൈക്ക് ആൻഡ് മേക്ക് ഫണ്ണി ഫേസസ്. അവന് 3 ബോൾ വെച്ച് അമ്മാനം ഇടാൻ അറിയാം, പിന്നെ ചെറിയ ബൈക്കിൽ റൈഡ് ചെയ്യാൻ കഴിയും, പിന്നെ പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ അവൻ കാണിച്ചിട്ടുണ്ട്. ദ ചിൽഡ്രൻ ഇൻ ദ പാർക്ക് ഓൾവേസ് ജിക്കിൾഡ് വെൻ ബോബി ഡിഡ് ഹിസ് സില്ലി ഡാൻസ്. ബോബി അവൻ്റെ സില്ലി ഡാൻസ് കാണിക്കുമ്പോൾ കുട്ടികളെല്ലാം ചിരിക്കുമായിരുന്നു, പാർക്കിലുള്ള കുട്ടികളെല്ലാം ചിരിക്കുമായിരുന്നു. വൺ ഡേ വൈൽ ബോബി വാസ് ജഗ്ലിംഗ് ദ ബോൾ ഹി സ്ലിപ്ഡ് ഓൺ എ ബനാന പീൽ. ഒരു ദിവസം ബോബി ബോൾ വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ബനാന പീൽ ചവിട്ടിയിട്ട്, ഒരു പഴത്തൊലിയിൽ ചവിട്ടിയിട്ട് വീണു. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് അപ്സെറ്റ് ഹി ഗോട്ട് അപ്പ് ആൻഡ് ലാഫ്ഡ്. വിഷമിച്ച് നിൽക്കുന്നതിന് പകരം അവന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചിരിച്ചു. ദ കിഡ്സ് ചിയേർഡ്. കുട്ടികൾക്കെല്ലാം സന്തോഷമായി. ആൻഡ് ബോബി കണ്ടിന്യൂഡ് ഹിസ് ട്രിക്സ് ടു മേക്ക് എവരി വൺ ലാഫ്. അങ്ങനെ ബോബി അവൻ്റെ ജോലി തുറന്നുകൊണ്ടേയിരുന്നു, എല്ലാവരും ചിരിപ്പിക്കാനുള്ള അവൻ്റെ ജോലി തുറന്നുകൊണ്ടേയിരുന്നു. ഇതാണ് സ്റ്റോറി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ബോബി വിയർ ഓൺ ഹിസ് ഫീറ്റ്. എന്താണ് ബോബി അവൻ്റെ കാലിൽ ധരിച്ചിരിക്കുന്നത്? എന്താ ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ്, ബിഗ് ബ്ലൂ ഷൂസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബോബി പെർഫോം ഹിസ് ട്രിക്സ്. എവിടെയാണ് ബോബി അവൻ്റെ ട്രിക്സൊക്കെ കളിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്? എവിടെയാണ്? അറ്റ് ദ സൂ, അറ്റ് ദ പാർക്ക്, അറ്റ് ദ സർക്കസ്, അറ്റ് സ്കൂൾ. എവിടെയാ? യെസ്, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, അറ്റ് ദ പാർക്ക്. ദെൻ 3, ബോബി സ്ലിപ്ഡ് ഓൺ. ബോബി എന്തിൽ ചവിട്ടിയാണ് തെന്നി വീണത്? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ സി, ബനാന പീൽ. എ ബനാന പീലാണ് ആൻസർ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ. വീണപ്പോൾ ബോബി എന്താ ചെയ്തത്? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വേർഡ് ചിയേർഡ് മീൻ ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ച ചിയേർഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചത്. എന്താ ആൻസർ? ഷൗട്ടഡ് ഹാപ്പിലി. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഒരു റിഡിൽ എഴുതാനാണ്. റീഡ് ദ ഗിവൺ റിഡിൽ. താഴെ തന്നിരിക്കുന്ന റിഡിൽ വായിക്കുക, എന്നിട്ട് അതേപോലെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് അതുപോലെ തന്നെ വേറൊരു റിഡിൽ നമ്മുടെ വകയായിട്ട് എഴുതുക. റീഡ് ദ ഗിവൺ റിഡിൽ. ഐ മൂവ് ഓൺ ട്രാക്സ്, ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്. ഞാൻ ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്, എനിക്ക് കാലുകളില്ല. ഐ മേക്ക് എ ലൗഡ് സൗണ്ട്, ഞാൻ വലിയ ശബ്ദം ഉണ്ടാക്കും. ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആളുകളെ കൊണ്ടുപോകും. ഹു ആം ഐ, ആരാണ് ഞാൻ? അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിരിക്കുന്നു, ട്രെയിനാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നൗ റൈറ്റ് എ റിഡിൽ ടു ഗെറ്റ് ദ പിക്ചർ ആസ് ആൻസർ. നമുക്കിവിടെ തന്നിരിക്കുന്ന പിക്ചർ ആൻസറായി കിട്ടുന്ന രീതിയിൽ നമ്മളൊരു റിഡിൽ എഴുതണം. ഐ ആം നോട്ട് ദ സൺ, ഞാൻ സൂര്യനല്ല. ഐ ഷൈൻ അറ്റ് ഡാഷ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ മൂണിൻ്റെ ആണല്ലേ, അപ്പോൾ ഐ ഷൈൻ അറ്റ്, ഞാൻ എപ്പോഴാണ് ഷൈൻ ചെയ്യുന്നത്? തിളങ്ങുന്ന എപ്പോഴാണ്? രാത്രിയിലാണ്, അപ്പോൾ നൈറ്റ് കൊടുക്കാം. അപ്പോൾ ഷൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റാർ അല്ല, അപ്പോൾ നമുക്ക് ഐ ആം നോട്ട് എ സ്റ്റാർ എന്ന് കൂടി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഹു ആം ഐ? ആൻസർ എന്താ? ദ മൂൺ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ലെറ്റ്സ് എഡിറ്റ്. ഇവിടെ ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് തിരുത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് എ പപ്പി. ഒരു പപ്പിയെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. വായിച്ചിട്ട് അതിലുള്ള തെറ്റുകൾ തിരുത്തുക. റാണി ആൻഡ് റോഹൻ വർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ എന്താ തെറ്റുള്ളത്?
യെസ്, റോഹൻ്റെ R സ്മോൾ ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്, അത് ബിഗ് ലെറ്റർ ആക്കണം. റാണിയും റോഹനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ദേ വേർ കം ഫ്രം ദ സ്കൂൾ. കം എന്നുള്ളതാണ് തെറ്റ്. എന്താ കം തെറ്റായത്? യെസ്, വേർ ഉള്ളതുകൊണ്ട് കമ്മിങ് എന്ന് കൊടുക്കണം അല്ലേ. ദേ വേർ കമ്മിങ് ഫ്രം ദ സ്കൂൾ. സഡൻലി ദേ സോ ദ പപ്പി, ദ ക്യൂട്ട് പപ്പി. പെട്ടെന്ന് അവർ ഒരു ക്യൂട്ട് പപ്പിയെ കണ്ടു, നല്ല ഭംഗിയുള്ളൊരു പപ്പിയെ കണ്ടു എന്നാണ് പറയേണ്ടത്. അവിടെ ദ എന്നുള്ളിടത്ത് നമ്മൾ എ എന്ന് കൊടുക്കണം. ദേ ട്രൈഡ് ബൈ ടേക്ക് ദ പപ്പി ഹോം. ഇവിടെ ബൈ എന്നുള്ളതാണ് തെറ്റ്. അവർ പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെ ബൈക്ക് പകരം നമ്മൾക്ക് ടു കൊടുക്കാം. ബട്ട് ദ പപ്പി ഫാസ്റ്റ് റാൻ അവേ. ഫാസ്റ്റ് റാൻ അവേ എന്നുള്ളതാണ് തെറ്റ്. അത് റാൻ അവേ ഫാസ്റ്റ് എന്ന് തിരുത്തി എഴുതണം. ഓക്കെ, ആക്ടിവിറ്റി 4 നോക്കാം. ലെറ്റ്സ് ചാറ്റ്. ഹാവിൻ യു റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ? നിങ്ങൾ ദ ഹണി മാംഗോ ട്രീ എന്ന സ്റ്റോറി വായിച്ചിട്ടില്ലേ? റഷീദ് സോ ആൻ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ ഗ്രോണിങ് ഇൻ പെയിൻ. ഒരു മരത്തിന് ചോട്ടിൽ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ഓൾഡ് മാനെ റഷീദ് കണ്ടു. റഷീദ് വാണ്ടഡ് ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാൻ റഷീദിനെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു, സഹായിക്കണമായിരുന്നു. ഹി വെൻറ്റ് ടു ദ വുമൺ ഇൻ ദ നിയർ ബൈ ഹൗസ്. അദ്ദേഹം തൊട്ടടുത്തുള്ളൊരു വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്തിന്? ടു ഗെറ്റ് സം വാട്ടർ. കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് റഷീദ് ആ വീട്ടിലേക്ക് പോയി. പ്രിപ്പയർ എ ലൈക്ലി, ഒരു കോൺവെർസേഷൻ, അതുപോലെയുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. നമുക്ക് കോൺവെർസേഷൻ എഴുതി നോക്കാം. റഷീദ്, ഡിയർ ലേഡി, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷുവർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? തീർച്ചയായും സഹായിക്കാം. എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടേ? റഷീദ്, പ്ലീസ് ഗിവ് മീ സം ഡ്രിങ്കിങ് വാട്ടർ. എനിക്ക് കുറച്ച് കുടിവെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലേഡി പറയുന്നു, വുമൺ പ്ലീസ് വെയിറ്റ് ഫോർ എ മിനിറ്റ്, ഐ വിൽ ബ്രിങ് നൗ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയും. ദെൻ റഷീദ് പറയുന്നു, യു ആർ വെരി കൈൻഡ്, നിങ്ങൾ വളരെ നല്ലവരാണ്, താങ്ക് യു. താങ്ക് യു പറയുമ്പോൾ ആ ലേഡി പറയുന്നു, യു ആർ വെൽക്കം. ഇതുപോലെ എഴുതി നോക്കാം, കൂട്ടുകാർക്ക് സ്വന്തം വേർഡ്സിൽ വേറെ എഴുതി നോക്കാം. ഇതൊരു സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5, പ്ലക്കാർഡ്. ഹിയർ സം പ്ലക്കാർഡ്സ് എബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. വനസംരക്ഷണത്തെക്കുറിച്ച് ഇവിടെ 2 പ്ലക്കാർഡ് കാണാം. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് എബൌട്ട് വാട്ടർ കൺസർവേഷൻ ടു ഡിസ്പ്ലേ ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്. നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ കൺസർവേഷനെ കുറിച്ച്, ജലസംരക്ഷണത്തെക്കുറിച്ച് ഒരു പ്ലക്കാർഡ്, 2 പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഡോണ്ട് കട്ട് ട്രീസ്, സേവ് ട്രീസ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ പ്ലക്കാർഡിൽ ഇതുപോലത്തെ ചെറിയ മെസ്സേജ് വെച്ചിട്ട് നമുക്ക് എഴുതാം. കുഞ്ഞു മെസ്സേജ് ആയിരിക്കണം. അപ്പോൾ സേവ് വാട്ടർ എന്ന് എഴുതാം ഒന്നിൽ. അടുത്തത് നമുക്ക് ഈച്ച് ഡ്രോപ്പ് ഈസ് പ്രഷ്യസ്, ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6 നോക്കാം. ന്യൂസ് റിപ്പോർട്ടാണ്. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് ഗേൾ ആര്യ. ഷീ ബിക്കേം എ ഫൈറ്റർ പൈലറ്റ്. ദ പീപ്പിൾ ഓഫ് ഡെർബോളി വില്ലേജ് ഓണേഡ് ആര്യ ഫോർ ഹെർ അച്ചീവ്മെൻറ്റ്. നമ്മൾ ആര്യയുടെ സ്റ്റോറി വായിച്ചതാണ്. അവരൊരു ഫൈറ്റർ പൈലറ്റാണ്. അവരെ ഡെർബോളി ഗ്രാമത്തിലുള്ള ആൾക്കാർ അവരെ ഒന്ന് ആദരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ചടങ്ങിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ എഴുതുന്നത്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദിസ് ഇവൻറ്റ്. ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. ഇവൻറ്റ് ഓണറിങ് ആര്യ. ഡേറ്റ് 25/11/2024. വെന്യൂ പഞ്ചായത്ത് ഓഡിറ്റോറിയം ഡെർബോളി. ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ. ഇത്രയും ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കണം. നമുക്കറിയാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കണം, അതിനുശേഷം പ്ലേസ് കൊടുക്കണം, അതിനുശേഷം ഇവൻറ്റ് എഴുതുക. ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഡെർബോളി വില്ലേജ് ഓണേഴ്സ് ആര്യ ദ യങ് ഫൈറ്റർ പൈലറ്റ്. ഡെർബോളി, ദ യങ് ഫൈറ്റർ പൈലറ്റ് ആര്യ വാസ് ഓണേർഡ് ഇൻ എ കളർഫുൾ സെറമണി ഹെഡ് അറ്റ് ദ പഞ്ചായത്ത് ഓഡിറ്റോറിയം ഓൺ 25/11/2024. 2024 നവംബർ 25 പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഒരു കളർഫുൾ സെറമണിയിൽ, നല്ല ഒരു ചടങ്ങിൽ വെച്ച് യങ് ഫൈറ്റർ പൈലറ്റായ ആര്യയെ ആദരിച്ചു. ദ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ദ ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ജില്ലാ കളക്ടറായിരുന്നു ഇൻ ദ സെറമണി, ആ ചടങ്ങിൽ. ഹി എക്സ്പ്ലെയിൻ ദ സക്സസ് സ്റ്റോറി ഓഫ് ആര്യ. അദ്ദേഹം ആര്യയുടെ വിജയകഥകൾ എല്ലാവർക്കും വിവരിച്ചു കൊടുത്തു. ആൻഡ് ടോൾഡ് ദാറ്റ് ഷീ ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ആര്യ എല്ലാവർക്കും ഒരു പ്രചോദനമാണെന്ന് പറഞ്ഞു. മെനി ഡിഗ്നിറ്ററീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെറമണി. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ദ ഡിസ്ട്രിക്ട് കളക്ടർ പ്രസൻറ്റഡ് എ മെമൻറ്റോ ടു ആര്യ ഇൻ ദ സെറമണി. ജില്ലാ കളക്ടർ ആര്യക്ക് ആ ചടങ്ങിൽ വെച്ചൊരു മെമൻറ്റോ സമ്മാനിച്ചു. ഓൾ ദ പാർട്ടിസിപ്പൻസ് കൺഗ്രാറ്റുലേറ്റഡ് ഹെർ. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ആര്യയെ അഭിനന്ദിച്ചു. ലാസ്റ്റ് 7th ആക്ടിവിറ്റി നോക്കാം. ഒരു അനൗൺസ്മെൻ്റ് ആണ്.
ഹിയർ ഇസ് എ ലെറ്റർ ഫ്രം ദ പ്രസിഡന്റ് ഓഫ് കെനിയ ടു റെബേക്ക. കെനിയയിലെ പ്രസിഡന്റ് റെബേക്കയ്ക്ക് അയച്ച ഒരു ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. റീഡ് ദ ലെറ്റർ ആൻഡ് പ്രിപ്പയർ ആൻ അനൗൺസ്മെൻറ്റ് അബൌട്ട് ദ വിസിറ്റ്. നമുക്ക് ഈ ലെറ്ററിലുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലെറ്റർ ഒന്ന് വായിക്കാം. ഡിയർ റെബേക്ക, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിംഗ് എഫേർട്സ് ഇൻ സേവിങ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നിൻ്റെ മികച്ച ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ഐ എം വിസിറ്റിംഗ് യുവർ സ്കൂൾ ഓൺ January 26, 2025 ടു അപ്രീഷിയേറ്റ് യു ആൻഡ് യുവർ സ്കൂൾ. നിന്നെ നിൻ്റെ സ്കൂളിനെയൊക്കെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ സ്കൂള് January 26, 2025 January 26 വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. റിഗാർഡ്സ് ദ പ്രസിഡന്റ് കെനിയ. ഇതാണ് ലെറ്റർ. ഇത് നമുക്കൊരു അറിയിപ്പായിട്ട് അനൗൺസ്മെൻ്റ് ആയിട്ട് പറയണം. നമുക്ക് അനൗൺസ്മെൻ്റ് ഒന്ന് എഴുതി നോക്കാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, എ ഹാപ്പി ന്യൂസ് ഫോർ യു. നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അവർ ഓണറബിൾ പ്രസിഡന്റ് ഇസ് ഗോയിങ് ടു വിസിറ്റ് അവർ സ്കൂൾ ഓൺ 26 January 2025. 2025 January 26 നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹി ഈസ് വിസിറ്റിംഗ് അവർ സ്കൂൾ ടു കൺഗ്രാറ്റുലേറ്റ് റെബേക്ക ഫോർ ഹർ ഔട്ട്സ്റ്റാൻഡിംഗ് എഫേർട്സ് ഇൻ സേവിങ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി റെബേക്ക നടത്തിയ പകരം വയ്ക്കാനാവാത്ത ശ്രമങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. ഓൾ ആർ എക്സ്പെക്റ്റഡ് ടു ബി പ്രസൻറ്റ് ഓൺ ദ ഒക്കേഷൻ ഇൻ അവർ സ്കൂൾ. ആ സമയത്ത് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സ്കൂളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇംഗ്ലീഷിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നോക്കിക്കഴിഞ്ഞു. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.